എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു. ദൈവികമായിട്ടുള്ള അറിവുകൾ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 5:30 ഈ സമയത്ത് ഈ വീഡിയോ നിങ്ങൾ തേടി വന്നെങ്കിൽ നിങ്ങളാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമായി. ശനിദോഷം ബാധിച്ചാൽ എങ്ങനെ നമുക്ക് ശനിദോഷത്തെ മറികടക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കാണുന്നവർ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ചെയ്തത്. ശനിദോഷം മാറാത്ത ആളുകൾ ഈ കാര്യം ഒന്ന് ചെയ്ത് നോക്കൂ. ദാരിദ്ര്യം എന്ന ശനിദോഷത്തിൻ്റെ കടന്നുവരവാണ് നിങ്ങൾ കുടുംബത്തിലോ നിങ്ങൾക്കോ ദാരിദ്ര്യം അനുഭവപ്പെടണമെങ്കിൽ ഉറപ്പിച്ചോ അത് 100% ശനിദോഷം കാരണമായിരിക്കും. എന്നാൽ കർമ്മത്തിൻ്റെ ദേവനാണ്. കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ഒരിക്കലും കൈവിടില്ല. പാവപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ശനി പരിഹാരം സ്വന്തം ജോലി. അത് എന്തായാലും പൂർണ്ണമായും ആത്മാർത്ഥത്തോടെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ ഏർപ്പെടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഏൽപ്പിച്ച ജോലികൾ കൃത്യമായി അത് ആത്മവിശ്വാസത്തോടെ ചതിക്കാതെ കൃത്യസമയത്ത് ചെയ്യുകയാണെങ്കിൽ ശനിദോഷം മാറുകയും നിങ്ങളുടെ ജീവിതത്തിൽ അത് മെച്ചപ്പെട്ട രീതിയിൽ വരാൻ നിങ്ങളെ സഹായിക്കും. അത്സര വെടിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പൂജ. ശനി കഠിന അധ്വാനത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും ദേവനാണ് ശനി. ഭഗവാൻ അച്ചടക്കത്തിന് ആത്മവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നു. അച്ചടക്കമുള്ള ജീവിതത്തിൽ ആത്മവിശ്വാസം ഓട്ടോമാറ്റിക്കായിട്ട് വരും. എന്നോടുള്ള ആത്മാർത്ഥത ഒരാളെ ധനികനാക്കാനും ആത്മവിശ്വാസമാക്കാനും എല്ലാം സാധിക്കും. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ആദ്യമൊന്നും വരുമാനമൊന്നും ഇല്ലായിരുന്നു. ഞാൻ തന്നെ എണീറ്റ് നടക്കാൻ എനിക്ക് പറ്റില്ല. ആദ്യം തന്നെ എല്ലാത്തിനും കഷ്ടകാലമായിരുന്നു. ഏത് കാര്യത്തിൽ തിരിഞ്ഞാലും ഒക്കെ കഷ്ടകാലമായിരുന്നു. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരാളാണ്. അവസാനം ആരും എന്നെ ബോഡി ഷേമിങ് ചെയ്തു. ആ ഒറ്റ വാക്കിൽ തോറ്റു കൊടുക്കാൻ മനസ്സിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിക്കാം എന്ന് അവനെ ഒന്ന് കാണിച്ചു കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ആ ഒറ്റ വാക്കിൻ്റെ പുറത്താണ് അവനൊക്കെ മുന്നിൽ എനിക്ക് എത്തണം എന്ന് ആത്മവിശ്വാസമുള്ളത്. ഇന്ന് എനിക്ക് 5ഓളം യൂട്യൂബ് ചാനലുണ്ട്. ആ 5 ചാനലും ഇതിപ്പോൾ 6ാമത്തെ ചാനലാണ്. 6ാമത്തെ ചാനലിന് വരുമാനം നിങ്ങളുടെയൊക്കെ ഹെൽപ്പാണ്ട് ഇപ്പോൾ തുടങ്ങിയുള്ളൂ. തുടങ്ങിയിട്ട് 2-3 ആഴ്ചയായുള്ളൂ. 1 മാസം പോലും ആയില്ല. എൻ്റെ ഇന്ന് മാസ വരുമാനം 50,000-60,000 രൂപയ്ക്ക് അടുത്താണ്. അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാൻ കഴിയും. താൻ പാതി ദൈവം പാതി എന്നാണ്. നമ്മുടെ പാതി നമ്മൾ ചെയ്യുക. ബാക്കി ദൈവം എന്തെങ്കിലും ആപത്തൊക്കെ വരുവാണെങ്കിൽ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തോളൂ. എൻ്റെ അനുഭവം എന്ന് ഞാൻ പറയാം. ദൈവത്തെ മറക്കാതിരിക്കുക. നമ്മൾ ഈ ജനനം ദൈവമാണ് ഈ ഭൂമിയിലേക്ക് നമുക്ക് ജന്മം തന്നത്. ആ മരണം വരെയുള്ള ജീവിതത്തിൽ ദൈവത്തിനെ കൈവിടാതെ നമ്മൾ ആരെയും ദ്രോഹിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി സന്തോഷം കഴിയുന്ന പോലെ ആളുകളെ സഹായിച്ച് മറ്റുള്ളവർക്ക് നന്മകളൊക്കെ ചെയ്ത് നമുക്കങ്ങ് മുന്നോട്ട് പോയാൽ തൊടുന്നതെല്ലാം പോസിറ്റീവായിരിക്കും.
നിങ്ങൾ അങ്ങനെയൊന്നും ജീവിച്ചു നോക്കൂ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്, ഇന്ന് എനിക്ക് നടക്കാൻ കഴിവില്ല, ഞാൻ വീൽ ചെയറിലാണ്. പക്ഷെ ആ കാര്യം ഞാൻ മറന്നു. ആ കാര്യം ഞാൻ മനഃപൂർവ്വം തന്നെ മറക്കാൻ ശ്രമിക്കുകയാണ്. എനിക്കിന്ന് കാലിന് പകരം 2 ടയറാണ്. ആ ടയറിൽ ഇരുന്ന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും. അപ്പം ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവികമായിട്ടുള്ള അറിവുകൾ നിങ്ങൾ തേടി വരുന്നതായിരിക്കും. എനിക്ക് അത്യാവശ്യം പൂജകളും കാര്യങ്ങളൊക്കെ മന്ത്രങ്ങളൊക്കെ അറിയാം. ഞാനിപ്പോൾ അതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ഇതിപ്പോൾ മോണിറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ എനിക്ക് 70-80 രൂപ മാസം അടുത്ത മാസം സാലറി ഉണ്ട്. അപ്പം ഇതാണ് പറയാനുള്ളത്. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.